ഇന്നത്തെ ദിവസം നമ്മുടെ വിഷയം, നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാൻ, ആവശ്യത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കടന്നു വരാൻ, നമ്മുടെ എല്ലാ കാര്യത്തിലും ഐശ്വര്യം, ജോലിയിൽ ഐശ്വര്യം, മക്കളിൽ ഐശ്വര്യം, കുടുംബത്തിൽ ഐശ്വര്യം, അതുപോലെ തന്നെ വ്യക്തി ജീവിതങ്ങളിൽ, പ്രശ്നങ്ങളിൽ അതിൽ നിന്ന് കാവൽ ലഭിക്കപ്പെടുന്ന ഐശ്വര്യങ്ങൾ, ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ഐശ്വര്യം വന്നു ചേരാൻ കാരണമാകുന്ന സുന്ദരമായ അത്ഭുതകരമായിട്ടുള്ള ചെറിയ ഒരു സൂറത്ത്, ഈ രൂപത്തിൽ രൂപങ്ങളും കാര്യങ്ങളും കോലങ്ങളും എല്ലാം ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ നമ്മൾ പ്രതിപാദിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് മുറുകെ പിടിച്ചോളൂ പ്രിയപ്പെട്ടവരെ. ഐശ്വര്യം കൊണ്ട് നമ്മുടെ ജീവിതം നിറയുന്നതാണ്, ഐശ്വര്യപൂർണമായ ജീവിതം ലഭിക്കുന്നതാണ്. ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് പഠിക്കാം. ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാം. ഈ ഇസ്മിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഇസ്മ കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഈ നാമം 7 ദിവസം പതിവാക്കി കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല, തീരാത്ത രോഗങ്ങളില്ല. ഏത് കാര്യമാണെങ്കിലും പടച്ച തമ്പുരാൻ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിത്തരും, അത് മുക്തമാക്കി തരും എന്നുള്ളതാണ്. വളരെ വലിയ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, പുണ്യമാക്കപ്പെട്ട ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ ആ സൂറത്തും ഈ ഇസ്മുമാണ് നമ്മുടെ ഇന്നത്തെ 10 മിനിറ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഈ 10 മിനിറ്റ് നമുക്ക് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന ഉറപ്പ് തരുന്നതോടുകൂടി തന്നെ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കുകയും ചെയ്യാം. അള്ളാഹു നമ്മുടെ ഇൽമിലും അറിവിലും അമലിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, നമ്മളെയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്താണ് ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. പിന്നീട് നമ്മൾ അതിനുശേഷം ഒരു ഇസ്മ കൂടി പഠിക്കുന്നതാണ്. ഓരോന്നിൻ്റെയും പ്രതിഫലം ഇൻഷാ അല്ലാഹ്, ഓരോന്നിൻ്റെയും നേട്ടങ്ങൾ നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യക്കേടുകൾ സംഭവിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യക്കേടുണ്ട്, അതുകൊണ്ടാണ് വീട്ടിൽ എന്നും കൊന്നും പ്രശ്നങ്ങൾ. അതുപോലെ നമ്മുടെ ജോലിയിൽ ഐശ്വര്യക്കേടുകളുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ജോലിയിൽ ഒരു ബറക്കത്തില്ലാത്തത്, അല്ലേ? ഐശ്വര്യമില്ല ഉസ്താദെ, ഐശ്വര്യമില്ല എന്ന് എപ്പോഴും പറയേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അപ്പം ജോലിയിൽ ബറക്കത്ത്, ഐശ്വര്യം ലഭിക്കാൻ, വീട്ടിൽ ഐശ്വര്യം ലഭിക്കാൻ, കുടുംബജീവിതത്തിൽ ഐശ്വര്യം. ഭാര്യ ഭർത്താവും തമ്മിൽ കണ്ടാൽ എപ്പോഴും കീരിയും പാമ്പിനെയും പോലെയാണ്, അത് പാടില്ല. അപ്പൊ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാൻ, മക്കളുടെ വിഷയങ്ങൾ, മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അപ്പൊ മക്കളുമായി ബന്ധമുള്ള കാര്യങ്ങളിൽ ഐശ്വര്യം ലഭിക്കണം, മക്കളുടെ പഠനങ്ങളിൽ ഐശ്വര്യം ലഭിക്കണം, മക്കളുടെ ജോലികളിൽ ഐശ്വര്യം ലഭിക്കണം. ഇങ്ങനെ അടങ്ങുന്ന ഓരോ ഐശ്വര്യപൂർണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്താൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്ത് ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഒമൻ ഖറഅഹാ ദുബറ കുല്ലി സ്വലാത്തിൻ 40 മറ 7 അയ്യാം. ഈ പറയാൻ പോകുന്ന സൂറത്തുണ്ടല്ലോ, ഈ സൂറത്ത് എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും 40 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ, 40 കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ഇത്രയും വലിയ സൂറത്തൊന്നുമല്ല, ഇതൊരു ചെറിയ സൂറത്താണ്, കുഞ്ഞു സൂറത്താണ്. ഈ സൂറത്ത് 40 തവണ 7 അയ്യാമിൻ, 7 ദിവസവും, 7 ദിവസം 5 വഖത്ത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം 40 പ്രാവശ്യം വീതം ഇങ്ങനെ ഓതി മുതവാലിയത്തൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട്, ഇതിനിടയിലൊരു തുടർച്ചയിലൊരു ഇടർച്ച വരാൻ പാടില്ല. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് മറന്നു പോവുകയോ അല്ലെങ്കിൽ ചൊല്ലാൻ പറ്റാതിരിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടുള്ളതല്ല. തുടർച്ചയായിട്ട് 7 ദിവസം എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം 40 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അഗ്നാഹുല്ലാഹു തആല, അല്ലാഹു തആല അവനിക്ക് ഐശ്വര്യം നൽകുന്നതാണ്. ഐശ്വര്യം നൽകുന്നതാണെന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളിലും ഐശ്വര്യമാണ്, ബിലാ ശക്കിൻ, ഒരു സംശയമില്ല. ഒരു സംശയമില്ല. അല്ലാഹു തആല എന്ത് ചെയ്യും?
അവൻ ഐശ്വര്യം നൽകും. മുഴുവൻ കാര്യങ്ങളിലും ഐശ്വര്യവും റാഹത്തും സന്തോഷവും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്. ഏതാണ് സൂറത്ത്? സൂറത്തുൽ ഇൻഷിറാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ 40 പ്രാവശ്യം എല്ലാ ഫർള് നമസ്കാരത്തിന്റെ ശേഷവും 40 പ്രാവശ്യം 7 ദിവസം തുടരെയായിട്ട് തന്നെ ഇത് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ് ഇത് ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഇസ്മിനെ കുറിച്ച്. ഈ ഇസ്മ 7 ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ, ഈ 2 അമലുകളും 7 ദിവസമാണ് ചെയ്യേണ്ടത്. 7 ദിവസവും മുടങ്ങാതെ പതിവാക്കി കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല പ്രിയപ്പെട്ടവരെ. അതായത് എന്നും കുന്ന രോഗങ്ങളുള്ളവർക്ക് ആ രോഗമുക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതുപോലെ തന്നെ രോഗശമനം, അതുപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്തോ ആ പ്രശ്നങ്ങളെ അള്ളാഹു എടുത്തു മാറ്റി തരും. ഇസ്മ ഏതാണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? യാ ബാരി ഉ യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. യാ ബാരി. എന്താ യാ ബാരി എന്ന് പറഞ്ഞാൽ? ശമനം നൽകുന്നവൻ, മുക്തി നൽകുന്നവൻ, പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നൽകുന്നവൻ. ബരി യാ ബാരി, മുക്തി നൽകുന്നവനെ എന്ന് അള്ളാഹുവിനെ നമ്മൾ വിളിക്കാൻ ഇത് എത്രയാ ചൊല്ലേണ്ടെന്നറിയോ? എല്ലാ ദിവസവും 100 പ്രാവശ്യം വീതം യാ ബാരി യാ അല്ലാഹ്, യാ ബാരി യാ അല്ലാഹ്, യാ ബാരി യാ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് 100 പ്രാവശ്യം 7 ദിവസം മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ ഏതു പ്രശ്നമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്, ഏത് രോഗമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്, അത് അള്ളാഹു എടുത്തു മാറ്റി തരും, മുക്തിയാക്കി തരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഒരു വലിയ ഒരു ഇൽമാണ്, പഠിച്ചു വെച്ചോളി. യാ ബാരി യാ അല്ലാഹ് 100 പ്രാവശ്യം ചൊല്ലാൻ വലിയ സമയം നമുക്ക് വേണ്ടല്ലോ. കൂടിപ്പോയ ഒരു 10 മിനിറ്റിനകത്തു മതി, അത്രയും വേണ്ട, ഒരു 7 മിനിറ്റോളം മതി. യാ ബാരി യാ അല്ലാഹ് എന്ന് പറയുന്ന ഈ 100 പ്രാവശ്യം ചൊല്ലാൻ. ഇത് 7 ദിവസം മുടങ്ങാതെ എന്ത് ചെയ്യുക? അത് ചൊല്ലി നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നങ്ങൾ എടുത്ത് മാറ്റിത്തരും. പ്രിയപ്പെട്ടവർ, ഇത് ഒരുപാട് അനുഭവങ്ങളാണ്. ഇന്ന് 2 അമലാണ് നമ്മൾ പഠിച്ചത്. സൂറത്തുൽ ഇൻഷിറാഹ് 40 പ്രാവശ്യം എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷം 40 പ്രാവശ്യം വീതം ഓതി 7 ദിവസം തുടർച്ചയായിട്ട് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു ഐശ്വര്യം നൽകുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതുപോലെ ഇപ്പോൾ പറയുന്നത് യാ ബാരി യാ അല്ലാഹ് എന്ന് പറയുന്ന ഈ ഇസ്മ 7 ദിവസം മുടങ്ങാതെ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ തീരാത്ത പ്രശ്നങ്ങളില്ല, തീരാത്ത രോഗങ്ങളില്ല. ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അള്ളാഹുവിൻ്റെ ഇസ്മാൻ, അള്ളാഹുവിൻ്റെ നാമമാണ്. അത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ പടച്ച റബ്ബ് സ്വീകരിക്കുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹപ്രകാരം ഇൻഷാ അല്ലാഹ് ഈ 2 അമലുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ എന്നെന്നും പ്രാവർത്തികമാക്കാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പേരാണ് പ്രിയപ്പെട്ടവരെ കമന്റ് സെക്ഷനുകളിൽ ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നത്? കടങ്ങളാണ് ഉസ്താദെ, വിഷമങ്ങളാണ് ഉസ്താദെ, എന്നും ബുദ്ധിമുട്ടാണ് ഉസ്താദെ, ഭർത്താവിൻ്റെ ജോലിയിൽ പ്രശ്നങ്ങളാണ് ഉസ്താദെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയിച്ചു കൊടുക്കട്ടെ, വിഷമങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ, ജീവിതത്തിൽ സന്തോഷം കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജുമാ ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച സ്വലാത്തിന്റെ മജ്ലിസുകളിലൊക്കെ, വ്യാഴാഴ്ച സ്വലാത്തിന്റെ മജ്ലിസുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാറുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന മുഴുവൻ കമന്റ് ഇടുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങളുടെ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനുകളിൽ, കമന്റ് ബോക്സുകളിൽ അറിയിക്കുക. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് വിശാലമായിട്ട് എഴുതി അറിയിക്കുക പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യുമെന്ന ഉറപ്പോടുകൂടിയാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന ഓരോ അമലുകളും ഇൽമുകളും ജീവിതത്തിൽ ഉപകാരപ്പെടണമെങ്കിൽ ഫർള് നമസ്കാരത്തിന്റെ കാര്യം എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. ഫർള് നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകണ്ട. വളരെ കൃത്യമായിട്ട് ഖളാ ആക്കാതെ ഫർള് നമസ്കാരങ്ങൾ സുബ്ഹി, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ
ഈ ഫർള് നമസ്കാരങ്ങൾ അതിനോടൊപ്പമുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുക. അങ്ങനെ നിർവഹിച്ചുകൊണ്ട് ഇത് ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. പവർഫുള്ളായിട്ടുള്ള ഈ ഇസ്മും ഈ സൂറത്തും ഒക്കെ നമ്മുടെ ഏത് നിയത്ത് കരുതിയിട്ടാണോ ചെയ്യുന്നത് അത് പെട്ടെന്ന് നടക്കും പ്രിയപ്പെട്ടവരെ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ നിർത്തട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.